ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ്കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട കപ്പ കൊണ്ടുള്ള നല്ലൊരു കപ്പ റോസ്റ്റാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ്കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ കപ്പ റോസ്റ്റ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു കടായിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നിറയെ ഒന്ന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ് ഇത് കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ളത്. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുകാണ്. അപ്പോൾ കടുകും ചേർത്ത് കൊടുത്തിട്ട് അത് ചെറുതായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഒരു 10-12 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 5-6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വലിയ സൈസിൽ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 5 വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 3ഉം കൂടി ചേർത്തിട്ട് മിക്സിയിലിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇടികല്ലിൽ വെച്ചിട്ടോ നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കണം. നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതിയാവും. നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുക്കാൻ പാടില്ല. ഇതുപോലെ ഒന്ന് ചതച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു 2 മിനിറ്റെങ്കിലും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ പച്ച മണമൊക്കെ മാറുന്നത് വരെയും നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. പെട്ടെന്ന് തന്നെ ഇത് വഴണ്ടിയിട്ട് വരും. നമ്മുടെ ഈ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി കിട്ടിയാൽ മതിയാവും. ഇപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറിയിട്ട് നല്ലതുപോലെ നമ്മുടെ വെളുത്തുള്ളിയും ഉള്ളിയും എല്ലാം നന്നായിട്ട് വഴണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വളരെ കുറച്ച് മാത്രം മസാലകൾ ചേർത്ത് കൊടുക്കാം. മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുകയാണ്. നമ്മൾ നേരത്തെ വറ്റൽമുളക് ചേർത്തിരിക്കുന്നതിൻ്റെ പേരിൽ വളരെ കുറച്ച് മാത്രം മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണിൽ നിന്നും ഒരല്പം കൂടി കൂടുതലായിട്ട് ചെറിയ ജീരകം കൂടി, പെരുംജീരകമല്ല ചെറിയ ജീരകമാണ്. അപ്പോൾ ആ ചെറിയ ജീരകവും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ചെറുതായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് സമയം വഴറ്റണ്ട, ചെറിയ രീതിയിലൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് അളവിൽ ചെറിയ തേങ്ങ കൂടിയാണ്. അപ്പോൾ ആ തേങ്ങയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്ക് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ ഈ തേങ്ങയുടെയൊക്കെ ഈ ഒരു പച്ചമണം മാറുന്നത് വരെ മാത്രം ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. ഇതിന് ഇത്രയും മാത്രം ആവശ്യമുള്ള, ഈ മസാലയ്ക്ക് മാത്രം ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഈ തേങ്ങയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്ന കപ്പയാണ്. ഇതിപ്പോൾ ഒരു 300 ഗ്രാം അളവിൽ കപ്പ ഉണ്ടാവും. നല്ലതുപോലെ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. നമ്മുടെ നാട്ടിലൊക്കെ മരിച്ചീനി എന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ മരിച്ചീനിയൊക്കെ നന്നായിട്ട് ഇപ്പോൾ വെന്തിട്ടുണ്ട്. നമ്മുടെ ഈ മരിച്ചിനിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലൊരു പൊട്ടറ്റോ സ്മാഷർ ഉണ്ടെങ്കിൽ ആ പൊട്ടറ്റോ സ്മാഷർ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇടിച്ചു കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഇതെല്ലാം പൊടിഞ്ഞ് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് വെച്ചിട്ടാണോ നമ്മളിതെല്ലാം ചെറുതായിട്ടൊന്ന് ചതച്ച് കൊടുക്കുന്നത് അത് വെച്ചിട്ട് തന്നെ ചതച്ചാൽ മതിയാവും. പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇനി ഇതിൻ്റെ കൂടെ നല്ല ചൂടായിട്ടുള്ള മത്തിക്കറിയോ അല്ലാന്നുണ്ടെങ്കിൽ മീൻകറിയാണെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം ചായക്കൊപ്പമൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒന്നാണ്. ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കറിവേപ്പില കൂടിയാണ്. അപ്പോൾ കറിവേപ്പിലയുടെ നല്ലൊരു മണമൊക്കെ ഉണ്ടാകും. കൂടെ തന്നെ കുറച്ച് സവാള, ഒരു 1/4 ഭാഗം തന്നെ സവാള ഉണ്ടാകും. സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ അറിയിക്കുകയും വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.